ഹലോ. അപ്പോൾ നമ്മളിന്നുള്ളത് കരീംസ് ഹോട്ടലാണ്. നമ്മൾ ഡൽഹിയിൽ ജുമാ മസ്ജിദിനടുത്തുള്ള ഈ സെയിം ഒറിജിനൽ കരീംസ് ഹോട്ടലാണ്. നമ്മൾ ബാംഗ്ലൂർ കല്യാണ നഗരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ആ വണ്ടിയൊക്കെ കൊടുത്ത് വാലി പാർക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് നമ്പർ കൊടുക്കണം ഓരോരുത്തരും. ഇത്രയും റഷ് ആയതുകൊണ്ട് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിലാണ്. അപ്പോൾ അവിടെ നോക്കുമ്പം ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. പിന്നെ ഒരു സൈഡിൽ ജ്യൂസ് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിത് ആ മെനു ഒക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള മെനു ആണ്. അപ്പം സാധാരണ ഉള്ളതിനേക്കാളും എനിക്ക് ബാക്കി ഹോട്ടൽസിനേക്കാളും കുറച്ചുകൂടെ എക്സ്പെൻസീവായിട്ട് തോന്നി. നമ്മൾ മെനു ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ടേണായി. അപ്പം നമ്മൾ മുകളിലോട്ട് കയറി. സംഭവം എന്താ, നല്ലൊരു ലക്ഷറി ഫീൽ തരുന്നൊരു ആംബിയൻസ് ആയിരുന്നു. നല്ല റോയൽ ലുക്ക് തരുന്ന ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഏരിയയിലാണ് ഇരുന്നത്. പിന്നെ നമ്മൾ ഓർഡർ എടുക്കുകയാണ്. പിന്നെ എന്താ 2 ഐസ്ക്രീം വെറൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു അഭിപ്രായം. ശരി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐറ്റമായ ചിക്കൻ മലായി ടിക്ക വന്നു. സംഭവം നല്ല അടിപൊളി സർവീസൊക്കെ ആയിരുന്നു കേട്ടോ. അവർക്ക് ഇതുവരെ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാം. വൺ ഓഫ് ദി എന്നല്ല, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന അത്രയും അടിപൊളി മലായി ടിക്കയായിരുന്നു. ഭയങ്കര ക്രീമി ആയിട്ട് അത്രയും ഭയങ്കര എന്താ പറയുക, എടുത്ത് പറയാനുള്ള ഫ്ലേവർ. പക്ഷേ അഫോർഡബിൾ ആണെന്ന് വെച്ചാൽ 380 റുപ്പീസാണ്. നമുക്ക് 4 പീസ് ആകെ കിട്ടുള്ളൂ. തികഞ്ഞില്ല. പിന്നെ 1 ടൈം ട്രൈ ഒക്കെ ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്ത ഓർഡർ ചെയ്തത് മട്ടൻ ജാങ്കിരിയും പിന്നെ തന്തൂരി റൊട്ടിയും റുമാലി റൊട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. നമ്മൾ മട്ടൻ നല്ല അടിപൊളി പീസൊക്കെയാണ് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പീസൊക്കെയാണ്. നമ്മൾ അതും ട്രൈ ചെയ്തു. അതും നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മലായി ടിക്ക തന്നെയാണ്. അത് അടിപൊളി എന്ന് പറഞ്ഞാൽ എല്ലാവരും മസ്റ്റ് ട്രൈ തന്നെ ചെയ്യണം. കാരണം അത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിരിക്കും. മറ്റേ ജാങ്കരി ആണെങ്കിലും അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ബിരിയാണി വരാൻ വേണ്ടിയിട്ട്. ബിരിയാണി വന്നു, കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു നോർത്ത് സ്റ്റൈൽ ബിരിയാണിയാണെന്ന് തോന്നി. പക്ഷെ നമുക്കൊരു പണി പാളി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് ചിക്കൻ കഴിച്ചെന്നൊരു മുടി കിട്ടി. അപ്പോൾ നമ്മളത് അവരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതാ കഴിക്കാനുള്ള മൂടൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആലോചിക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല. കാരണം എല്ലായ്പ്പോഴും എന്താ പറയുക, നമുക്ക് എത്ര ശ്രദ്ധിച്ച് കഴിഞ്ഞാലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. എത്ര വലിയ ഹോട്ടലാണെങ്കിലും 7 സ്റ്റാർ ആണെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളത് ഫുഡ് വേണ്ടെന്ന് പറഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബാക്കി ബില്ലൊക്കെ അടച്ച് പോന്നു.